നമസ്കാരം. ശരീരത്തിന് പരിമിതികളുണ്ടെങ്കിൽ ജീവിതം തീർന്നോ? ഒരിക്കലുമില്ല. മനക്കരുതുണ്ടെങ്കിൽ എന്തും നേടാൻ സാധിക്കും. അതിനേറ്റവും വലിയൊരു ഉദാഹരണമാണ് ഡോക്ടർ സുബോധ് റായിയുടെ ജീവിതം. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ മനോബൽ കെ ധനി എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരുപാട് പേർക്ക് പ്രചോദനമായ ആ കഥ നമുക്കൊന്ന് കേട്ടുനോക്കാം. അമ്മേ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഈ ഒരു വാക്കിലാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. രോഗം ബാധിച്ച് കിടക്കുന്നൊരു കുട്ടി സ്വന്തം അമ്മ സ്നേഹത്തോടെ തലോടുമ്പോൾ പോലും തലയിലെന്തോ ഭാരം വന്ന് അമർത്തുന്നതുപോലെ തോന്നുകയാണ്. ആ വാക്കുകളിൽ എത്രമാത്രം പേടിയും വേദനയും ഉണ്ടായിരിക്കും, അല്ലേ? പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു. ആ കുടുംബത്തിന്റെ മൊത്തം സന്തോഷത്തിനു മുകളിൽ ഒരു കരിനിഴൽ വീഴ്ത്തിയ ആ ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നല്ലേ? ആ മിടുക്കനായ കുട്ടി കുറേ ദിവസങ്ങളായി ഒരസുഖത്തിന്റെ പിടിയിലായിരുന്നു. അപ്പോൾ കുട്ടിയുടെ അവസ്ഥ മോശമായപ്പോൾ അച്ഛൻ വേഗം പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ടുവന്നു. കുറേ പരിശോധനകൾക്ക് ശേഷം ആ ഡോക്ടറോട് സത്യം പറഞ്ഞു. ആ വാക്കുകൾ ഒരു ഇടുത്തി പോലെയായിരുന്നു ആ കുടുംബത്തിന്. അവരുടെ എല്ലാ പ്രതീക്ഷകളും എല്ലാം ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി. അതുവരെ എത്ര സന്തോഷത്തോടെ പ്രകാശത്തോടെ ജീവിച്ചവരായിരുന്നു അവര്. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം ഇരുട്ടിലായി. തങ്ങളുടെ പൊന്നോമന മകന്റെ ഭാവി ഇനി ഇരുട്ടിലാകുമോ? അവൻ എല്ലാവർക്കും ഒരു ഭാരമായി മാറുമോ എന്നൊക്കെ അവര് പേടിച്ചു തുടങ്ങി. പക്ഷേ ആ അച്ഛൻ അങ്ങനെയങ്ങ് തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. തന്റെ മകന് കാഴ്ച തിരികെ കിട്ടുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ആ വെളിച്ചം തേടിയവർ ഒരു വലിയ യാത്ര തുടങ്ങി. ഓ, എന്തൊക്കെ വഴികളാ അവര് നോക്കിയത്! ഡോക്ടർമാര്, ശാസ്ത്രജ്ഞര്, അതുമാത്രല്ല മന്ത്രവാദികളും നാട്ടുവൈദ്യന്മാരും, അങ്ങനെ പോകുന്നു ലിസ്റ്റ്. കാണാൻ പറ്റുന്ന എല്ലാ വാതിലുകളിലും അവർ മുട്ടി. പക്ഷേ എവിടുന്നും ഒരു നല്ല വാക്കുപോലും കിട്ടിയില്ല. ഓരോ തവണ തോൽക്കുമ്പോഴും അവരുടെ നിരാശ കൂടിക്കൂടി വന്നു. അങ്ങനെ എല്ലാ വഴികളും അടഞ്ഞു. ഇനി എന്തു ചെയ്യുമെന്ന് കരുതിയിരുന്നപ്പോഴാണ് കഥയിലൊരു കിടിലൻ ട്വിസ്റ്റ് വരുന്നത്. ഒരു പുതിയ ഐഡിയ, അറിവിന്റെ ഉൾക്കണ്ണ് എന്ന് പറയുന്ന ഒരു പുതിയ കാഴ്ചപ്പാട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നുവന്നു. അല്ലേ, നമുക്കൊന്നാലോചിച്ചു നോക്കിയാലോ? ശരിക്കുമുള്ള കാഴ്ച തരുന്നത് നമ്മുടെ ഈ രണ്ട് കണ്ണുകൾ തന്നെയാണോ? അതോ അതിനപ്പുറം എന്തെങ്കിലുമുണ്ടോ? ഈ ഒരു ചോദ്യമുണ്ടല്ലോ, അതാണ് ആ കുട്ടിയുടെ ജീവിതം മൊത്തത്തിൽ മാറ്റിമറിച്ചത്. ഒരു സന്യാസി പറഞ്ഞ വാക്കുകളായിരുന്നു അത്. അദ്ദേഹം കണ്ണിന് മരുന്നൊന്നും കൊടുത്തില്ല, പക്ഷെ മനസ്സിന് ഒരു പുതിയ കാഴ്ച കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, പുറത്തുള്ള കണ്ണുകളല്ല പ്രധാനം, അകത്തുള്ള അറിവിന്റെ കണ്ണാണ് യഥാർത്ഥ വെളിച്ചം. അതവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഉപദേശമായിരുന്നു. ജ്ഞാനം, അതായത് അറിവ്. ഈ ഒരൊറ്റ ഐഡിയ അതായിരുന്നു ആ കുട്ടിയുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. പുറത്തുള്ള കണ്ണുകൾ അടഞ്ഞാലും ആർക്കും കെടുത്തിക്കളയാൻ പറ്റാത്ത അറിവിന്റെ ഒരു വെളിച്ചം ഉള്ളിലുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആ ഉൾക്കണ്ണുകൊണ്ട് ഈ ലോകത്തെ കാണാൻ അവനങ്ങ് ഉറപ്പിച്ചു. അവന്റെ വാക്കുകളിൽ ആ പുതിയൊരു ഉറപ്പ് കാണാമായിരുന്നു. എനിക്കാ കാഴ്ച വേണം. അമ്മേ, എന്നെ സ്കൂളിൽ ചേർക്കണം. ഞാനൊരു വലിയ പണ്ഡിതനാവും. വിധിയെ പഴിച്ചിരിക്കാതെ അതിനെ നേരിടാനവൻ തീരുമാനിച്ചു. അമ്മയ്ക്ക് കൊടുത്ത ആ വാക്ക്, അതായിരുന്നു പിന്നെ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോ ഇവിടെ നിന്നാണ് ഡോക്ടർ സുബോധ് റായിയുടെ ആരെയും അത്ഭുതപ്പെടുത്തുന്ന യാത്ര തുടങ്ങുന്നത്. ഒരു ഗംഭീര വിജയഗാഥ. 1919 കൽക്കട്ടയിലെ അന്തർഗുള്ള സ്കൂളിൽ ചേർന്നു. പിന്നെ സുബോധ് പഠിത്തത്തിലങ്ങ് മുഴുകി. കഠിനാധ്വാനം ചെയ്തപ്പോൾ കൂടെയുള്ളവരെല്ലാം പിന്നിലാക്കി. ഇത് കണ്ടിട്ട് സർക്കാർ തന്നെ സ്കോളർഷിപ്പ് കൊടുത്തു. ആ ഒരു സപ്പോർട്ടിൽ കൽക്കട്ടയിലെ ഏറ്റവും പ്രശസ്തമായ പ്രസിഡൻസി കോളേജിൽ നിന്ന് അദ്ദേഹം ബിരുദവും നേടി. പക്ഷേ കഥയിലെ ശരിക്കുമുള്ള ട്വിസ്റ്റ് ഇതല്ല. അദ്ദേഹം വെറുതെ പാസ്സാവുകയല്ല ചെയ്തത്. ആ വർഷം കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ 1ാം റാങ്ക് വാങ്ങിയത് ഈ ചെറുപ്പക്കാരനായിരുന്നു. ഒന്ന് ഓർത്തു നോക്കൂ, കാഴ്ചയുള്ള ആയിരക്കണക്കിന് സ്റ്റുഡൻസിനെ പിന്നിലാക്കിയാണ് സുബോധ് റായ് ആ ചരിത്രനേട്ടം സ്വന്തമാക്കിയത്. അവിശ്വസനീയെന്നല്ലേ? അപ്പോ ഇതൊരു വെറും വിജയമായിരുന്നില്ല. മനുഷ്യന്റെ മനക്കരുത്തിനു മുന്നിൽ ഒരു പരിമിതിക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അത്. അറിവിന്റെ ഉൾക്കണ്ണ് തുറന്നാൽ പുറത്തുള്ള കണ്ണ് കാണാത്തതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് അദ്ദേഹം ലോകത്തിന് തന്നെ കാണിച്ചുകൊടുത്തു. പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ റായ് അവിടെ നിർത്തിയില്ല. തനിക്ക് കിട്ടിയ അറിവിന്റെ വെളിച്ചം മറ്റുള്ളവർക്കും കൊടുക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ കാഴ്ചയില്ലാത്തവർക്ക് ഒരു വഴികാട്ടിയായി അദ്ദേഹം മാറി. 1947 കൽക്കത്ത യൂണിവേഴ്സിറ്റി ഡോക്ടർ റായിയെ ഒരു സ്പെഷ്യൽ മിഷനുമായിട്ട് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും അയച്ചു. എന്തിനാണെന്നോ? കാഴ്ചയില്ലാത്തവർക്കുള്ള ഏറ്റവും നല്ല പഠനരീതികൾ പഠിച്ച് നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ. ആ യാത്രയിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഒരു ജീവിത പങ്കാളിയെയും കിട്ടുന്നത്. അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ ആകൃഷ്ടയായി മിസ് റോളിൻസ് എന്നൊരു വനിത അദ്ദേഹത്തിന്റെ കൂടെ ആ ദൗത്യത്തിൽ പങ്കുചേർന്നു. അപ്പോ ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കാനുള്ള പണി തുടങ്ങി. ആദ്യം കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലുമൊക്കെ പഠിപ്പിച്ചു.
അതിനുശേഷം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെയൊക്കെ സപ്പോർട്ടോടുകൂടി അദ്ദേഹം ഒരു സ്ഥാപനം തുടങ്ങി, ഓൾ ഇന്ത്യ ലൈറ്റ് ഹൗസ് ഫോർ ദ ബ്ലൈൻഡ്. അതിൻ്റെ പേരുപോലെ തന്നെ കാഴ്ചയില്ലാത്ത ഒരുപാട് പേരുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്ന ഒരു വലിയ പ്രകാശഗോപുരമായി ആ സ്ഥാപനം മാറി. അപ്പോൾ എന്തായിരുന്നു ഡോക്ടർ റായിയുടെ വിജയത്തിന്റെ രഹസ്യം? അദ്ദേഹത്തിന് ചില ജീവിത തത്വങ്ങളുണ്ടായിരുന്നു. ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക, വെറുതെ കഷ്ടപ്പെടുകയല്ല, ബുദ്ധി കൊണ്ട് കൂടി ജോലി ചെയ്യുക, തനിക്ക് കിട്ടിയ അറിവുകൾ പുസ്തകങ്ങളിലൂടെ മറ്റുള്ളവർക്കും പകർന്നു നൽകുക, പിന്നെ ഏറ്റവും പ്രധാനമായി സ്വന്തം ജീവിതം തന്നെ മറ്റുള്ളവർക്കൊരു മാതൃകയാക്കുക. അപ്പോൾ ഡോക്ടർ സുബോധ് റായിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നൊരു വലിയ പാഠമുണ്ട്. യഥാർത്ഥ കാഴ്ച തരുന്നത് നമ്മുടെ കണ്ണുകളല്ല, നമ്മുടെ ഉള്ളിലെ ആ ഒരു ഇച്ഛാശക്തിയും അറിവുമാണ്. ശരിക്കുമുള്ള ഇരുട്ട് പുറത്തല്ല, നമ്മുടെ മനസ്സിനുള്ളിലാണ്. ആ ഇരുട്ടിനെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞാൽ പിന്നെ ഏത് പരിമിതിയെ മറികടന്ന് വിജയത്തിന്റെ വെളിച്ചത്തിലേക്ക് ധൈര്യമായി നടന്നു കയറാം.